നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമുക്ക് നന്നായി അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം നമുക്കൊന്ന് മാറ്റിമറിച്ചാലോ? ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദൃശ്യമായ ബോധ്യത്തിന്റെ വാസ്തുവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ഒരു തരം കാത്തിരിപ്പ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ വിശ്വാസത്തെക്കുറിച്ചുള്ള രണ്ട് ആശയങ്ങളെയാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ നല്ല പരിചയമുള്ള ഒന്നായിരിക്കും. പക്ഷേ രണ്ടാമത്തേത് അത് കുറച്ച് വ്യത്യസ്തമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയം തോന്നുന്നുണ്ടോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഒരിടത്ത് അടങ്ങിയിരുന്ന് എല്ലാം താനേ ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ. ഒരു തരം പാസീവായിട്ടുള്ള കാത്തിരിപ്പ്. നമ്മളിൽ പലരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? ഈ വ്യത്യാസം കണ്ടോ? ഇത് ശരിക്കും വളരെ വ്യക്തമാണല്ലേ? ഒരു സൈഡിൽ നമ്മൾ സാധാരണ കാണുന്ന വിശ്വാസം, അതായത് നിഷ്ക്രിയമായി വെറുതെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ മറുവശത്തു നോക്കൂ, അദൃശ്യമായ ബോധ്യം. അത് സജീവമാണ്, അതെന്തൊക്കെയോ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പുതിയ ആശയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ശരി, ഇനി നമുക്ക് ഈ ആശയത്തിന്റെ ഒരു കാതലിലേക്ക് തന്നെ വരാം. ഒരു വാസ്തുശില്പിയുടെ കണ്ണിലൂടെ വിശ്വാസത്തെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കിയാലോ? അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒന്നിനെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച്. ഇതാണ് ഈ ആശയത്തിന്റെ ശരിക്കുമുള്ള നിർവചനം. അദൃശ്യമായ ബോധ്യം. അതായത് നിങ്ങൾ ഒരു പാലം പണിയുകയാണ്, പക്ഷേ ആ പാലം നിങ്ങളുടെ ഭാരം താങ്ങുമോ എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുമില്ല. എന്തിനാണ് പണിയുന്നത്? മറുകരയെത്താൻ. ഫലം കാണുന്നതിന് മുൻപേയുള്ള ആ പ്രവൃത്തി, അതാണ് അദൃശ്യമായ ബോധ്യം. അപ്പോൾ ശരിക്കും ജീവിതത്തിൽ ഇത് എങ്ങനെയുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവസാനം എന്ത് സംഭവിക്കും എന്നൊരു പിടിയുമില്ലാതെ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴി ശരിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ ചുറ്റും ആരുമില്ല. എന്നിട്ടും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളെ അവസാനം താങ്ങി നിർത്തുമോ എന്ന് പോലും ഉറപ്പില്ല. പക്ഷെ നിങ്ങളത് നിർമ്മിക്കുന്നത് നിർത്തുന്നുമില്ല. അതാണ് ഈ ബോധ്യം. ഈ ആശയം കേൾക്കാനൊക്കെ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആരും അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അസുഖകരമായ സത്യം. അതെ, ഇതാണ് അതിലെ യാഥാർത്ഥ്യം. ഈ പോക്ക് അത്ര എളുപ്പമുള്ള ഒന്നല്ല. ഭയങ്കര അൺകംഫർട്ടബിളാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിനെപ്പറ്റി അധികം സംസാരിക്കാത്തതും. എന്തുകൊണ്ടാണ് ഇത്ര അസ്വസ്ഥത എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാരണം ഇതാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാൻ ഒരു തെളിവുമില്ല, ഒരു പ്രോത്സാഹനവുമില്ല. അങ്ങനൊരു സാഹചര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എത്രമാത്രം മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നായിരിക്കും. അടുത്തത്, ഇതിലൊരു ഗ്യാരണ്ടിയുമില്ല എന്നതാണ്. ഒരു ഉറപ്പും ആർക്കും തരാൻ പറ്റില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന കഠിനാധ്വാനം അവസാനം ഫലം കാണുമോ? നിങ്ങൾ വിജയിക്കുമോ? ഒന്നിനും ഒരു ഉറപ്പുമില്ല. എല്ലാം ഒരുതരം അനിശ്ചിതത്വത്തിലാണ്. ഒരുപക്ഷേ ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ചിന്ത ഇതായിരിക്കും. നിങ്ങൾ പോകുന്ന വഴി ഒരുപക്ഷേ മുഴുവനായും തെറ്റായിരിക്കാം. പക്ഷെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പോലും കഴിയില്ല. മുന്നോട്ട് പോയേ മാറ്റൂ. ആ ഒരു ചിന്ത തന്നെ എത്ര ഭയാനകമാണല്ലേ? അപ്പോൾ ഇത്രയും കഠിനമായ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയിട്ട് അവസാനം എന്ത് സംഭവിക്കും? ഈ ഇരുട്ടത്തിരുന്നുള്ള പണി എങ്ങനെയാണൊരു ഫലത്തിലേക്ക് എത്തുന്നത്? അതാണ് നമ്മൾ നാലാമത്തെ ഭാഗത്തിൽ കാണാൻ പോകുന്നത്. പ്രവൃത്തിയുടെ രസതന്ത്രം. ഇതാണ് അതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം. നമുക്ക് എല്ലാം വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഏറ്റവും ശക്തമായ വിശ്വാസം ഉണ്ടാകുന്നത്. മറിച്ച് ഒന്നും കാണാൻ പറ്റാതെ സംശയങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിക്കുമ്പോഴാണ് ആ കരുത്തുറ്റ ബോധ്യം രൂപപ്പെടുന്നത്. ഈ മാറ്റമുണ്ടല്ലോ, അത് 3 ഘട്ടങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തേത് പ്രവൃത്തി. ആരുടെയും കയ്യടികളില്ലാതെ, ഒരു തെളിവുമില്ലാതെ നിങ്ങൾ പണിയെടുക്കുന്നു. രണ്ടാമത്തേത് പ്രക്രിയ. ഈ നിർത്താതെയുള്ള പ്രവർത്തനം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പ്, ഒരു ബോധ്യം പതുക്കെ പതുക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. അവസാനം ഫലം. ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ അന്ന് അദൃശ്യമായി നിങ്ങൾ പണി തുടങ്ങിയ ആ ഒരു കാര്യം നിങ്ങളുടെ കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിലെന്തോ ഒരു മാന്ത്രികതയുണ്ടല്ലേ? ഒരു ഉറപ്പുമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി തന്നെയാണ് അതിനെ അവസാനം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്. ആക്ഷൻ തന്നെയാണ് വിശ്വാസത്തെ നമുക്ക് കാണാവുന്ന ഒന്നാക്കി മാറ്റുന്നത്. അപ്പോൾ ഇനി നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചു നോക്കൂ. ഇപ്പോൾ ഈ നിമിഷം അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് ഒരു ഉറപ്പുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് പണിതുകൊണ്ടിരിക്കുന്നത്? ആ അദൃശ്യമായ ബോധ്യത്തിൽ നിങ്ങൾ പടുത്തുയർത്തുന്ന ആ വലിയ കാര്യം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും.